ഹലോ ഗായ്സ്, വെൽക്കം. അപ്പം ഞാൻ പറഞ്ഞ എയർ വാലറ്റ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നിട്ട്. ഇതാണ് എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ 292 രൂപ ഉണ്ട്. നിങ്ങൾ ഇതിലുണ്ടല്ല ഈ ട്രാൻസാക്ഷൻ കളക്ഷൻ ഇല്ലേ, അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ബൈസ് IRB എന്ന് കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ OTP UPI ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആണ് ഓർഡർ എടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഓർഡർ കാണാൻ പറ്റും 100 രൂപ എല്ലാം. അപ്പോൾ ഈ 100 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 രൂപയാണ്. അവിടെ +4 കാണുന്നത്, +4ഉം പിന്നെ സെല്ല് ചെയ്യുമ്പോൾ 2 രൂപയും കിട്ടും. അപ്പോൾ റിവാർഡ് എന്ന് വെച്ചാൽ 6 രൂപ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിനൊരു ഓർഡർ എടുത്ത് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന ഓർഡർ എന്ന് വെച്ചാൽ 2000 രൂപയുടെയാണ്. അപ്പോൾ ഇവിടെ കാണും ഇങ്ങനെ ഡിഫോൾട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ബൈ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ഓർഡർ കൺഫേം ആവുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾ കളിക്കുന്നതുകൊണ്ട് ഓർഡർ കിട്ടാൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ മുകളിലൊരു ബോട്ട് സെറ്റാക്കി വെച്ചേക്കുന്നത്. ആ ബോട്ട് അതെൻ്റെ ഫ്രണ്ടാക്കി തന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. അപ്പം ഇതിൽ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഓട്ടോ സ്റ്റാർട്ടാക്കി നമ്മൾ ഡിഫോൾട്ട് ലാർജ് ഇങ്ങനെ 2 ക്ലിക്ക് ചെയ്താൽ ബോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർഡർ എടുത്ത് തരും. ഇപ്പം ഞാൻ 2 ഇങ്ങനെ ക്ലിക്ക് ചെയ്യാണ്, ഡിഫോൾട്ട് ലാർജ് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ബോട്ട് തന്നെ എടുത്ത് തരും ഓർഡർ. ഓക്കെ, അവിടെ കുറേ ഓർഡർ കാണാൻ പറ്റും. നമുക്കില്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും തേടിയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. എനിക്ക് എൻ്റെ ബോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഓർഡർ എടുത്തെന്ന്. ഓക്കെ, ഞാൻ എന്നിട്ട് 2000 പോസ്റ്റാക്കി. എനിക്ക് 2000 രൂപയുടെ ഓർഡർ കിട്ടി. എന്നിട്ട് ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിച്ചിട്ട് കാര്യം ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഏത് നമ്പറിലാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ നമ്പർ ഇവിടെ കൊടുക്കണം, പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്പർ. എന്നിട്ട് OTP വരും അതിലോട്ട്, വെരിഫിക്കേഷൻ കോഡ്. എന്നിട്ട് നമുക്ക് ആ OTP അന്ന് അടിച്ചു കൊടുക്കുക. ആദ്യം പേയ്മെൻറ്റ് ചെയ്യാൻ പാടില്ല, ആദ്യം ഈ OTP അടിക്കണം. എന്ന് വെച്ചാൽ ചില സമയത്ത് ആ OTP വരലില്ല, അതുകൊണ്ട്. അപ്പോൾ വരും വെരിഫിക്കേഷൻ കോഡ് ചെയ്തതിന് ശേഷം ഈ സ്കാനർ വേറെ ഫോണിൽ സ്കാൻ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ അവിടെ UPI ഉണ്ട്, അത് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും പേയ്മെൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ വേറെ ഫോണിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ സ്കാൻ ചെയ്തിട്ട് ആണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തു. ഇനി എനിക്ക് അടിക്കേണ്ടത് UTR അടിക്കണം. UTR അറിയാമല്ലോ, 12 ഡിജിറ്റ് UTR. അപ്പോൾ നമ്മൾ ഈ മൊബിക്വിക്ക് വഴി ചെയ്യുന്നെങ്കിൽ ട്രാൻസാക്ഷൻ ID, ഫോൺപേ വഴി ചെയ്യുവാണെങ്കിൽ UTR ID തന്നെ കാണിക്കും ഫോൺപേയിൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ UTR അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത്. ഓക്കെ, സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കൺഫേം ചെയ്യണം, എന്താ വെച്ചാൽ ഏത് നമ്പർ പേയ്മെൻറ്റ് ചെയ്യുന്ന നമ്പർ തന്നെയാണ് അവിടെ OTP കൊടുത്തിട്ടുള്ളതെന്ന് പറയും. ഓക്കെ, ഇപ്പോൾ കൺഫർമേഷൻ വരും. ഇപ്പോൾ വെയിറ്റ് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. അവിടെ നിന്ന് ബാക്ക് അടിക്കാൻ പാടില്ല, അപ്പോൾ കംപ്ലീറ്റഡ് എന്ന് പറയും. ഇപ്പോൾ 2000 ഇട്ടപ്പോൾ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് 60 രൂപയാണ്. പക്ഷേ 60 അല്ല, 80 ഉണ്ട്. 20 നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ 20 റിവാർഡ് കിട്ടും. അപ്പം ടോട്ടലി 2000 ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത് 80 രൂപയാണ്. അപ്പം ഞാൻ ബാക്ക് അടിച്ച് കാണിച്ചു തരാം. ഞാൻ ബാക്ക് അടിച്ചപ്പോൾ 2352 രൂപ. 100 രൂപയെ വിഡ്രോ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ സെല്ല് ചെയ്യുവാണ്. ഞാൻ സെല്ല് ചെയ്യുന്നത് ഇവിടെ എത്രയാണോ സെല്ല് ചെയ്യുന്നത് അത് കൊടുക്കുന്നത്. ഇപ്പോൾ 2000 ഞാൻ സെല്ല് ചെയ്യുന്നത്. അതിലുള്ള എൻ്റെ പ്രോഫിറ്റ് ഇപ്പോഴും 352 രൂപ. അത് ഇന്നത്തെ എൻ്റെ പ്രോഫിറ്റാണ്. ഇന്നലത്തെ ഞാൻ എല്ലാം വിഡ്രോ ചെയ്തു. എന്നിട്ട് സെല്ല് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനീഷ്യേറ്റ് സെല്ലെന്ന് വരും. ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്, ലൈവാണ്. ഇപ്പോൾ 4 മണി. ഓക്കെ, ഇപ്പോൾ ഇതാക്കി ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു മാച്ചിങ്ങിലുണ്ട്. ഞാൻ സെല്ല് ചെയ്തു, 2000 താഴെ മാച്ചിങ്ങിലുണ്ട്. അത് ആരെങ്കിലും ഓർഡർ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, താങ്ക്സ്.